അനന്തരം യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ ഉപമ പറഞ്ഞു. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ഒരു കാര്യസ്ഥനുമുണ്ടായിരുന്നു. കാര്യസ്ഥൻ സ്വത്തുക്കൾ നാനാവിധമാക്കി കളയുമെന്ന് യജമാനൻ്റെ അടുക്കൽ കുറ്റാരോപണമുണ്ടായി. അപ്പോൾ യജമാനൻ അവനെ വിളിച്ച്, നിന്നെക്കുറിച്ച് കേൾക്കുന്നതെന്ത്? ഇനിമേൽ നീ എനിക്ക് കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് തരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യസ്ഥൻ, എൻ്റെ യജമാനൻ കാര്യവിചാരം എന്നിൽ നിന്ന് എടുത്തു കളയുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടു? കിളയ്ക്കുവാൻ എനിക്ക് വശമില്ല, ഭിക്ഷ യാചിക്കുവാൻ ഞാൻ ലജ്ജിക്കുന്നു. കാര്യവിചാരത്തിൽ നിന്ന് പിരിയുമ്പോൾ മറ്റുള്ളവർ അവരുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് ചെയ്യേണ്ടതെന്തെന്ന് എനിക്കറിയാമെന്ന് ഉള്ളിൽ വിചാരിച്ചിട്ട് യജമാനൻ്റെ വായ്പക്കാരിൽ ഓരോരുത്തരെയായി വിളിച്ചു. ആദ്യത്തവനോട്, നീ യജമാനോട് എന്ത് വായ്പ വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു. 100 കൂട വെണ്ണ എന്നവൻ പറഞ്ഞു. കാര്യസ്ഥൻ അവനോട്, നീ നിന്റെ പ്രമാണമെടുത്ത് വേഗം ഇരുന്ന് 50 കുടമെന്ന് എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു. പിന്നെ അവൻ മറ്റൊരുവനോട്, യജമാനോട് നീ എന്ത് വായ്പ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പെന്ന് പറഞ്ഞു. കാര്യസ്ഥൻ അവനോട്, നീ നിന്റെ പ്രമാണമെടുത്ത് ഇരുന്ന് 80 പറ എന്ന് എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു. അന്യായക്കാരനായ കാര്യസ്ഥൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിൽ യജമാനൻ അവനെ ശ്ലാഘിച്ചു. എന്തെന്നാൽ ഇഹലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ ഈ തലമുറയിൽ പ്രകാശത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിയുള്ളവരാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, അനീതിയുടെ ദ്രവ്യം കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവീൻ. അത് അവസാനിക്കുമ്പോൾ അവർ തങ്ങളുടെ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ കൈക്കൊള്ളും. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനാകുന്നു. അല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവനാകുന്നു. ആയതുകൊണ്ട് നിങ്ങൾ അനീതിയുടെ ദ്രവ്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥമായുള്ളത് നിങ്ങളെ ആരെ വിശ്വസിച്ച് ഏൽപ്പിക്കും? സ്വന്തമല്ലാത്തതിൽ നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടേത് നിങ്ങൾക്ക് ആര് തരും? ഒരു ദാസന് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല. എന്തെന്നാൽ ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിച്ച് മറ്റവനെ അപമാനിക്കും. ദൈവത്തെയും ദ്രവ്യത്തെയും ഒരേ സമയം സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.